ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് പോകുമ്പോൾ ഷാജഹാൻ കൂടി ചേർന്നുണ്ട്. ഷാജഹാൻ, ആലപ്പുഴ ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ ഇപ്പോഴും തുടരുകയാണോ? വിവരങ്ങൾ. അസിത, ഇന്നലെ രാത്രി മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു. ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 7 മണി വരെ മഴയ്ക്ക് ഒരല്പ ശമനമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വീണ്ടും അതിശക്തമായ മഴയാണ് ആലപ്പുഴ ജില്ലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ ആലപ്പുഴയിലെ എല്ലാ റോഡുകളും, ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. പല റോഡുകളിലും ഗതാഗത തടസ്സമുണ്ടായി. അപ്പോൾ ഈ ആലപ്പുഴ നഗരത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ കിഴക്കൻ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഉൾനാടൻ പ്രദേശങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാ ഭാഗങ്ങളിലും ശക്തമായ മഴയായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ആയിരുന്നു. പക്ഷേ എന്തായാലും ക്യാമ്പുകളൊക്കെ തന്നെ നേരത്തെ ഏതാണ്ട് 750 പേരുണ്ടായിരുന്ന ക്യാമ്പുകൾ പുതുതായിട്ട് 2-3 ക്യാമ്പുകൾ കൂടി ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ക്യാമ്പുകളും അവർക്ക് വേണ്ട സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുന്നതിൽ ജില്ലാ ഭരണകൂടമുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടനാട്ടിൽ ജലനിരപ്പ് താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രം നേരിയ തോതിൽ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പർ കുട്ടനാടൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ട്. പമ്പ, അച്ചൻകോവിലാറ്, കിഴക്കൻ വെള്ളമൊക്കെ തന്നെ ശക്തമായിട്ട് വരുന്നുണ്ട്. അത് കടലിലേക്ക് തോട്ടപ്പള്ളി വഴിയൊക്കെ തന്നെ പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ആലപ്പുഴ ജില്ലയുടെ എല്ലാ പ്രദേശങ്ങളിലും സാമാന്യം നല്ല രീതിയിൽ തന്നെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ്. മഴ മാറി നിന്നാൽ മാത്രമേ എന്തായാലും ഇനിയിപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ വെള്ളം താഴാൻ സാധ്യതയുള്ളൂ. എന്തായാലും ഒരു 2-3 മണിക്കൂറായിട്ട് ഇപ്പോൾ മഴ ശക്തമായിട്ടില്ല. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നാളെ പുലർച്ചെ വരെ മഴ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വെള്ളമൊക്കെ തന്നെ താഴ്ന്ന് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയാണ് അഷിത നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരി, ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യം എന്നാണ് ഷാജഹാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓറഞ്ച് അലർട്ട് തുടരുന്നു. ഒപ്പം തന്നെ കാലവർഷം 24 മണിക്കൂറിനുള്ളിൽ എത്തും എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുകയാണ്.